അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസം പകൽക്കാലം ദൈവ സാന്നിധ്യം നമ്മുടെ നിലയിലുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രത്യേക സന്ദേശമാവ് നമ്മൾ സംസാരിപ്പാൻ ഇടയായിട്ടുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ തുടരേണ്ടതിന് മാറ്റേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതികൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. 11-ാം സങ്കീർത്തനത്തിൽ ഞാൻ അല്പമായി സൂചിപ്പിക്കുവാൻ ഇടയായിട്ടുള്ളല്ലോ. അടിസ്ഥാനങ്ങൾ മറഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്ന് ആദ്യ സെഷനിൽ നമുക്ക് കേൾക്കുവാൻ ഇടയായിട്ടിരുന്നു. അതിന്റെ അവസാനത്തെ വാക്യത്തിലെ ഇങ്ങനെയാണ് നാം കാണുന്നത്. ശ്രദ്ധിക്കണമേ, എല്ലാവരുടെയും ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ 15 നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപക്ഷെ ബൗൺസേഴ്സ് ആയി പോകും. ഒരുപക്ഷെ എന്റെ വാക്കുകൾ അല്പം വേഗത്തിലായി പോയാൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. അതുകൊണ്ട് കൺക്ലൂഡ് മൈ മെസ്സേജ് ഇന്ന് രാവിലെ ആ മെസ്സേജ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. 11-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ നാം വായിക്കുന്നത് നേരുള്ളവർ അവന്റെ മുഖം കാണും എന്ന ഒരു പ്രതീക്ഷയോട് കൂടിയാണ്. പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുകയും എന്ന് ജനസമൂഹം പറഞ്ഞപ്പോൾ അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോകുന്നത് കണ്ട് നിരാശയോടുകൂടെ നിൽക്കുന്ന ജനം ഹല്ലേലൂയ ഭക്തനോട് പറഞ്ഞു, ഇതിൽ നിന്ന് ഓടിപ്പോകുകയാണ് ഭേദം, ഇവിടെ നിന്ന് ഓടി അകന്നു പോകുകയാണ് നല്ലത് എന്ന് വിധി എഴുതിയപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നേരുള്ളവർ അവന്റെ മുഖം കാണും. ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനിടയായി തീരട്ടെ, ഞാൻ അവന്റെ മുഖം കാണുവാനിടയായി തീരും, ഞാൻ എന്റെ കർത്താവിന്റെ മുഖം കാണുവാനിടയായി തീരും. ദൈവമക്കളെ, ആ പറഞ്ഞ വാക്യത്തിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം എന്നറിയാമോ? ആ കാലഘട്ടത്തിലല്ല, ഇപ്പോഴും ഭരണാധിപന്റെ അല്ലെങ്കിൽ രാജാവിന്റെ കോർട്ടിൽ, രാജാവിന്റെ കൊട്ടാരത്തിനകത്തേക്ക് എല്ലാവർക്കും ആക്സസ് ഇല്ല. എല്ലാവർക്കും ഓടിച്ചെന്ന് എളുപ്പം രാജാവിനെ കാണുവാൻ കഴിയത്തില്ല. രാജാവിന്റെ മുഖം കാണണമെങ്കിൽ രാജാവിന്റെ പ്രത്യേക അനുവാദം വേണം. അപ്പോൾ മഹാരാജാവിനെ കാണണമെങ്കിൽ പ്രത്യേക അനുവാദമില്ലാതെ ആർക്കും മുഖം കാണുവാൻ കഴിയത്തില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എല്ലാ അടിസ്ഥാനങ്ങളും മറഞ്ഞു പോയാലും നീതിയോട് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവന് ഉള്ള ഒരു ഭാഗ്യമുണ്ട്. പ്രപഞ്ച സൃഷ്ടിതാവാകുന്ന വെറും രാജാവിന്റെ അല്ല, രാജാവിന്റെ മുഖം, അവന്റെ മുഖം കാണുവാനുള്ള ഭാഗ്യം കാലം. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ സ്തുതിക്കുന്നത്. മഹാരാജാവിന്റെ മുഖം കണ്ട് ആരാധിപ്പാൻ ഉള്ള ഭാഗ്യം നമുക്ക് കിട്ടി. പ്രിയമുള്ളവരെ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ വെളിയിൽ നിന്നിട്ട് ഒരു ചെറിയ സുഹിതത്തിലൂടെ ഒന്ന് പീപ്പ് ചെയ്യുവാൻ, ഒന്ന് ഒളിഞ്ഞു നോക്കുവാനല്ല, അതിലപ്പുറമായിട്ട് ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരുവാൻ വിശുദ്ധ വചനം പറയുന്നുവെങ്കിൽ അടുത്തു വന്ന് അടുത്ത് കാണുവാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് നൽകി. കരങ്ങളോട്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം നമ്മെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റത്തെ കുറിച്ചാണ്. നീരുടെ ചേഞ്ച്, നമുക്കൊരു മാറ്റം ഉണ്ടാകണം. പക്ഷെ നമ്മുടെ സമൂഹം ഇത് പറയാൻ വൈകിപ്പോയിരിക്കുന്നു. നമുക്കൊരു മാറ്റം ഉണ്ടാകണം. നമുക്ക് കാണപ്പെടാൻ കഴിയുമോ? നമുക്കും ഒരു മാറ്റം ഉണ്ടാകണം. ലോകം മാത്രമല്ല മാറേണ്ടത്, നമുക്കും ഒരു മാറ്റം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജനമേ യഥാസ്ഥാനപ്പെടണം, മടങ്ങി വരണം. ഒരു സ്പിരിച്വൽ റീസ്റ്റോറേഷൻ തന്റെ ജനത്തിന് നടുവിൽ ഉണ്ടാകണം. ചത്ത അവസ്ഥ മാറി ഒരു റിവൈവൽ, ഒരു ജീവൻ തന്റെ ജനം മടക്കി പ്രാപിപ്പാനിടയായി തീരണം. പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവമക്കൾ കർത്താവെ ഒരു വലിയ ഉണർവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാനിടയായിട്ടുള്ളൂ. ദേശവ്യാപകമായി, ലോകവ്യാപകമായി ദൈവമക്കൾ ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ പ്രവൃത്തിയെ അയക്കും. അതിന് കാരണമുണ്ട്. പ്രൊഫറ്റിക്കായിട്ടും ഹിസ്റ്റോറിക്കായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വി ആർ ഇൻ എ പ്രൊഫറ്റിക്കലി ആൻഡ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ടൈം. നാം ജീവിക്കുന്നത് പ്രാവചനികമായിട്ടും ചരിത്രപരമായിട്ടും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കാലത്ത് ഞാൻ ജീവനോടുള്ളപ്പോൾ അല്ല, ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ജീവനോട് ഉള്ളപ്പോൾ തന്നെ കർത്താവിന്റെ കാഹളം നമ്മുടെ കാതുകൊണ്ട് കേൾക്കുവാനുള്ള ഭാഗ്യം. ഹല്ലേലൂയ. നാം ഭാഗ്യം സിദ്ധിച്ച തലമുറയാണ്. വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ, ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ആവശ്യമാണ് ഈ വചനം തീർക്കണമെങ്കിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് നാം ജീവിക്കുന്നു. ഒരുപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ 3 പ്രാവശ്യം തമ്പുരാൻ ആവർത്തിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. Behold, I am coming soon. ഞാനിതാ വേഗം വരുവാനിടയാക്കിയിരുന്നു. ഇത് കേട്ടിട്ട് തിരുസഭ മണവാട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ?
ഐ ആം നോട്ട് പ്രിപ്പയർഡ് എന്നല്ല പറഞ്ഞത്, ഞാൻ തയ്യാറല്ല കർത്താവേ, ഇപ്പം വരല്ലേ, 2 ദിവസം കഴി എന്നല്ല പറഞ്ഞത്. മറിച്ച് മണവാട്ടിയും ആത്മാവും പറഞ്ഞിട്ട് വരിക. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെ അകത്തു നിന്നും ഒരു വിളി ഉയരണം, കർത്താവേ വരണ്ടെന്നല്ല, അല്പം കഴിഞ്ഞു വന്നാൽ മതിയെന്നല്ല, ഐ ആം നോട്ട് പ്രിപ്പയർഡ് എന്നല്ല, ഞാൻ തയ്യാറല്ലെന്ന് അല്ല, വരണമേ. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് നാം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം ഈ തലമുറയെ മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 24-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇതാകുന്ന യഹോവയെ അന്വേഷിക്കുന്ന തലമുറ. 24-ാം സങ്കീർത്തനം പ്രാമുഖ്യമായ പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ നാം എങ്ങനെയാണ് വായിക്കുവാനിടയായിത്തീരുന്നത്? ഹല്ലേലൂയ! മഹത്വത്തിന്റെ രാജാവിന്റെ എഴുന്നള്ളത്തിനെ കുറിച്ച് പ്രവചനാത്മാവിൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. പക്ഷെ മഹത്വത്തിന്റെ രാജാവിന്റെ എഴുന്നള്ളത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ സങ്കീർത്തനത്തിലെ 2 ആശയങ്ങൾക്ക് നടുവിലായി ഒരു വാക്യത്തെ കയറ്റിയിട്ടിട്ട് പറഞ്ഞു: ഇതാ തിരുമുഖം അന്വേഷിക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു തലമുറയാണിത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? കാഹളം മുഴങ്ങുന്നതിന് മുമ്പ് ഈ തലമുറയിൽ ഒരു കൂട്ടം എഴുന്നേറ്റേ മതിയാകുള്ളൂ, അല്ല, എഴുന്നേൽക്കും, ദൈവത്തെ അന്വേഷിക്കും.